നമസ്കാരം. ആരോഗ്യസേവയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലക്ഷ്മി അമ്മാളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഗൈനക്കോളജിസ്റ്റാണ്. ഈ ചൂട് കാലം ഈ പറഞ്ഞ പോലെ നോർമൽ നമുക്ക് തന്നെ തീരെ സഹിക്കാൻ പറ്റാത്തൊരു വെതറാണിപ്പോൾ. അപ്പോൾ നോർമലി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ വല്ലാത്ത ചൂടും ഒരുപാട് ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ പോകുമ്പോൾ നിലവിലിപ്പോൾ ഇത്തരം ഒരു ചൂട് നമ്മൾ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ വരുന്ന ഗർഭിണികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ എന്നൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഗർഭകാലത്തെ പൊതു പരിചരണമല്ലാതെ ചൂടിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്, ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തെ ജലാംശം കുറയും. അപ്പോൾ നമ്മൾ അത് ചിന്തിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പലപ്പോഴും ഗർഭിണി അല്ലാതിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ബോധവാന്മാരോ ബോധവതികളോ അല്ല എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളത്. ഗർഭിണികളോട് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ. കുറച്ച് അതിൽ നിന്നും കൂടുതൽ കുടിക്കേണ്ടി വരും. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ പുറത്ത് നല്ല ചൂടത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു 3/4 ലിറ്റർ വെള്ളമൊക്കെ ഒന്നിച്ച് മടമടാന്ന് കുടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ലിറ്റർ വെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും വെള്ളം നല്ലപോലെ തന്നെ കുടിക്കണം. വെള്ളമായിട്ട് തന്നെ എടുത്തു വെച്ച് നമ്മൾ സാധാരണ കഴിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ആഹാരത്തിന് പുറമെ വെള്ളം തന്നെ കഴിക്കണം. മിനിമം 2 ലിറ്ററെങ്കിലും കുടിച്ചിരിക്കണം. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള സ്ത്രീകളാണല്ലോ കൂടുതൽ. അപ്പോൾ ആ വർക്കിംഗ് ആയിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് എപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ദോഷമായി ബാധിക്കുമോ? തീർച്ചയായിട്ടും ദോഷമായിട്ട് തന്നെ വരും. ഒരു സാധാരണ ആൾക്ക് തന്നെ ഈ ചൂടിലൊന്ന് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഗർഭിണി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പ്രയാസങ്ങൾ കൂടുകയുള്ളൂ. അതൊരു നമുക്ക് അനുഭവിക്കുന്ന ഒരു ശാരീരിക അസ്വസ്ഥതയേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എനിക്ക് ഈ വെള്ളം കുടിക്കണം എന്നുള്ളതിനേക്കാൾ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, ഒരു ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 9 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ചൂട് തുടങ്ങുന്നുണ്ട്. ആ ചൂട് ഒരു 5:30-6 മണി വരെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഗർഭിണികൾ കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക. പുറത്തിറങ്ങി ഈ ചൂടിന് എക്സ്പോസ്ഡ് ആകാതിരിക്കുക. ഇപ്പം നമുക്ക് പലപ്പോഴും തോന്നും ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാം, അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കഴിക്കാൻ പോവാം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഈ പോയിരുന്ന ആ ഒരു സമയം നമ്മൾ ഇറങ്ങി ഒരു ഹോട്ടൽ വരെ പോയി അല്ലെങ്കിൽ ഒരു മോളിൽ കയറി ഷോപ്പിങ്ങിന്, ആ ഒരു എക്സ്പോഷർ തന്നെ സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ സാധാരണക്കാരുടെ കാര്യം, ഇപ്പോൾ AC-യിലേക്ക് കയറാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ സാധാരണ കടകളിൽ ചെന്ന് സാധനം വാങ്ങിക്കാൻ പോകുന്നവരോ പലവ്യഞ്ജനത്തിന് പോകുന്നവരോ മലക്കറി പോകുന്നവരോ അവരെല്ലാവരും തന്നെ ഒന്നുകിൽ രാവിലെ 9 മണിക്ക് മുമ്പ് അതല്ലെങ്കിൽ ഒരു 7 മണി കഴിഞ്ഞ് ഇറങ്ങാൻ ശ്രദ്ധിക്കണം. കാര്യം കുറച്ചുപോലും കുറച്ച് ഈ ചൂട് നമ്മൾ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ കുറച്ച് എക്സ്പോഷർ പോലും താങ്ങാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗർഭിണികൾ കറക്കം കുറയ്ക്കണം, പുറത്തിറങ്ങി ആ സമയത്ത് നടക്കുന്നത് കുറയ്ക്കണം. ഇപ്പോൾ ഡെലിവറിക്ക് മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പല ഘട്ടങ്ങളിലും കുഞ്ഞുമായി പുറത്തൊക്കെ പോകേണ്ടി വരും. ഹോസ്പിറ്റലൊക്കെ നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ സമയം എന്ന് നമ്മൾ പൊതുവായി വിവക്ഷിക്കുന്നത് പ്രസവം കഴിഞ്ഞുള്ള ഒരു 6 ആഴ്ച. അതാണ് 6 ആഴ്ച കഴിയുമ്പോൾ ഈ പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് പ്രസവത്തിലുണ്ടായിരുന്ന വ്യത്യാസങ്ങളൊക്കെ മാറിയിട്ട് ശരീരം പഴയതുപോലെ ആകും എന്നാണ്. നമ്മളുടെ ഗർഭപാത്രം പോലും ചുരുങ്ങി ഗർഭത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ ആകും എന്നാണ്. അപ്പോൾ ഈ 6 ആഴ്ചയാണ് നമ്മൾ പൊതുവേ ഗർഭം കഴിഞ്ഞൊരു കാലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഗർഭിണിയുടെ ഒരു പ്രധാന ജോലി കുഞ്ഞിന് പാലൂട്ടുന്നതാണ്. അപ്പോൾ പാല് ഊറാനായിട്ട് ഒരു നല്ല ഘടകം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ജലാംശമാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ചൂടുള്ള സീസണാണെങ്കിൽ കുഞ്ഞിന് കിട്ടുന്ന പാല് കുറയും. ഇതിനേക്കാൾ അപകടം എന്ന് പറയുന്നത് ഈ രക്തം കട്ട പിടിക്കുക. ഗർഭിണികൾക്ക് പൊതുവേ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രസവ സമയത്ത് മറുപിള്ള ഇളകി കഴിയുമ്പോൾ ധാരാളം രക്തം പോവാനുള്ള, രക്തസ്രാവം വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ പെട്ടെന്ന് രക്തം കട്ടപിടിക്കാനുള്ള ഒരു പ്രകൃതിയുടെ തന്നെ ഒരു രക്ഷാമാർഗമാണ് നമ്മളുടെ ശരീരത്തിലുള്ള ഈ പ്രോട്ടീൻസൊക്കെ. അതായത് ക്ലോട്ടിങ്ങിന് വേണ്ട പ്രോട്ടീൻസിൻ്റെ അളവൊക്കെ നല്ലപോലെ കൂടിയിരിക്കും. അപ്പോൾ പൊതുവേ തന്നെ ഗർഭിണികൾക്ക് രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
ഈ സാധ്യത ഏറ്റവും കൂടി നിൽക്കുന്നത് പ്രസവം കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ്. പ്രസവം കഴിഞ്ഞുള്ള 2 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച വരെ അത് കൂടി നിൽക്കുന്നത്. അപ്പോൾ ആ 6 ആഴ്ചയും നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ പറയും നല്ലപോലെ വെള്ളം കുടിക്കണമെന്ന്. അപ്പോൾ ഗർഭിണികൾ നമ്മളോട് ചോദിക്കും, വീട്ടിൽ അമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വെള്ളം ഒരുപാട് കുടിച്ചാൽ വയറ് ചാടും എന്നുള്ളത്. ഈ വെള്ളം കുടിച്ചാൽ ആരുടെയും വയറ് ചാടില്ല. നമ്മുടെ വയറ് പ്രസവം കഴിഞ്ഞ് ചാടുന്നതിൻ്റെ പ്രധാന കാരണം ഈ വളരുന്ന ഗർഭപാത്രത്തിനെയും കുഞ്ഞിനെയും താങ്ങുന്നത് വയറിൻ്റെ പേശികളാണ്. പേശികളുടെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. കാര്യം 9 മാസം ഇങ്ങനെ അത് താങ്ങി താങ്ങി വലിഞ്ഞ് ആ മസിലിൻ്റെ ടോണെല്ലാം പോവും. അപ്പം അത് അത് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ വയറ്റിൽ കിടക്കുന്ന കുടൽ അതിനകത്ത് നിർത്താൻ പറ്റാതെ ഈ മസിൽ അയയുന്നത് കൊണ്ടാണ് അതെല്ലാം ചാടി പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വയറ് കൂടുന്നതായിട്ട് തോന്നുന്നത്. അത് വെള്ളം കുടിക്കുന്നതുകൊണ്ട് അത് കൂടില്ല. അത് നമ്മുടെ ഗർഭസംബന്ധമായ കാരണങ്ങളാണ്. അത് കുറയ്ക്കാനായിട്ട് നമ്മൾ മസിൽ എക്സസൈസ് തന്നെ ചെയ്യണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കാൻ പാടില്ല, തല ചീകാൻ പാടില്ല, ഇന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുഞ്ഞിലേ തൊട്ടുള്ള അവരുടെ ഓരോ ശീലങ്ങളായി തലമുറകൾ കൈമാറി വന്ന ഇത്തരം അജ്ഞത അത് ഇപ്പോഴും മാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവ് നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ കണ്ടതാണ്. വീട്ടിൽ പ്രസവിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലും ഇക്കാര്യത്തിൽ ഒരു വിശ്വാസം വരാത്ത ഒരു കാലഘട്ടം ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ അല്ല, അത് നമ്മൾ എവിടെയുണ്ടെന്നുള്ളതാണ്. കേരളം നമ്മളുടെ മാതൃമരണ നിരക്കൊക്കെ നമ്മൾ ഏറ്റവും വികസിത രാജ്യങ്ങളുമായിട്ട് തട്ടിക്കുന്ന വിധത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ആയില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു സെൻസസും പ്രകാരം നമ്മളുടെ മാതൃമരണ നിരക്ക് 19 ആയി എന്ന് പറയുന്നു. പക്ഷേ നമ്മളുടെ ശരിക്കുള്ള കണക്കുകൾ വെച്ച് നോക്കിയാൽ ഇപ്പോഴും നമ്മൾ 26-ലാണ് നിൽക്കുന്നത്. 26-ൽ നിന്ന് കുറച്ച് 20-ലേക്കാക്കി പിന്നെ നമ്മൾ സിംഗിൾ ഡിജിറ്റിലോട്ടുള്ള പോക്കിലോട്ടാണ് നമ്മൾ. അപ്പോൾ കേരളം അത് വളരെ ഡോക്ടർമാരുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ പ്രവർത്തനം കൊണ്ട് ആണ് എന്ന് പറഞ്ഞാൽ കൂടെ ഒരു വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ആൾക്കാരുടെ വിദ്യാഭ്യാസം, അവരുടെ അറിവിൻ്റെ കാരണം കൊണ്ടാണ്. വേറെ എല്ലാ കാര്യത്തിലും അവർ കൃത്യമായ ശാസ്ത്രീയ വശം നോക്കുമെങ്കിലും ഗർഭം വന്നാലും ബ്ലീഡിങ് വന്നാലും അവരുടെ ബേസിക് ഡോക്ടർ എന്ന് പറയുന്നത് വീട്ടിലെ അമ്മയോ അമ്മൂമ്മയോ ആണ്. അവർ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. ഒരു സിമ്പിളായിട്ട് നമുക്ക് മാസക്കുളി സമയത്ത് അതിതീവ്രമായ വയറുവേദന വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഗുളിക കൊടുക്കാൻ അമ്മമാരും അമ്മൂമ്മമാരും സമ്മതിക്കത്തില്ല. കെട്ട ഗുളികകളൊക്കെ കഴിച്ച് നിനക്ക് ഭാവിയിൽ കൊച്ചുങ്ങളുണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു പനി വരുമ്പോൾ നമ്മളൊരു ക്രോസിൻ കഴിക്കുന്ന അതേ ഇഫക്റ്റേ ഉള്ളൂ നമുക്ക് വയറുവേദന വരുമ്പോൾ അതിനു വേണ്ടി കഴിക്കുന്ന ഒരു ഗുളിക. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസവം കഴിഞ്ഞിട്ട് എത്രയോ വീടുകളിലുണ്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന ആഹാരം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഒരു വിഭാഗം ജനങ്ങളാണെങ്കിൽ ഈ വാഴയ്ക്ക കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടി അല്ലെങ്കിൽ രസം, ഇത് ഒരു 6 ആഴ്ച വരെ ഇങ്ങനെ തുടർന്ന് പോകും. എല്ലാ മലക്കറിയും ഇവർക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. കുഞ്ഞിന് അത് ശരിയാവില്ല എന്ന് പറഞ്ഞാണ് നമ്മളുടെ ഈ കുരുമുളക് കൊടുക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, അമ്മ എന്ത് കഴിച്ചാലും അതിൻ്റെ ഒരു ഭാഗം കുഞ്ഞിന് കിട്ടും. പക്ഷേ നമ്മൾ കഴിക്കുന്ന എരിവ് അതുപോലെ തന്നെ കുഞ്ഞിന് കിട്ടണം. എരിവ് കൂടുതൽ കഴിക്കണം എന്നല്ല, പക്ഷേ പച്ചക്കറിയിലൊക്കെ വൈറ്റമിൻസ് മാത്രം നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുഞ്ഞിന് അതുപോലെ തന്നെ കിട്ടും. കുഞ്ഞിനത് ദഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയുമൊക്കെ കഴിക്കാവൂ എന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഈ പ്രസവം കഴിഞ്ഞ് ഒരുപാട് പൈസ ചിലവാക്കിയുള്ള കുളിയും എണ്ണ തേക്കലും ഒക്കെ. അതിനകത്തൊക്കെ ചില ശാസ്ത്രീയ വശങ്ങളുണ്ടാവാം. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് പോലെയാണത്. അതൊരു 50,000, 75,000, 1,00,000 അതത്രയും വില കൊടുത്തിട്ടും ആൾക്കാരത് ചെയ്യണമെങ്കിൽ അവർക്ക് അതിലുള്ള വിശ്വാസമാണ് അത് കാണിക്കുന്നത്. അതേസമയം ആശുപത്രി ബില്ലൊരു ശകലം കൂടിക്കഴിഞ്ഞാൽ പരാതി പറയുന്നവരുണ്ട്. എന്ത് പൈസ നമ്മൾ കൂടുതൽ മുടക്കാൻ തയ്യാറാണെങ്കിലും ആരോഗ്യകാര്യം വരുമ്പോൾ ആൾക്കാർക്ക് അയ്യോ ഇത്രയും പൈസയോ എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ.
അതായത് HPV വാക്സിൻ എന്ന് പറഞ്ഞ് കുറേ കേൾക്കാം. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ വാക്സിനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്. ചെറുപ്പത്തിൽ 10 വയസ്സിന് ഇടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കണം, അപ്പം ഈ കുറേ അസുഖങ്ങൾക്ക് നിന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ. HPV വാക്സിൻ അത് ക്യാൻസറിനെ തടുക്കും, അത് കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളല്ല, ഒരു കൗമാരപ്രായക്കാർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എഫക്റ്റീവ് ആണോ? അത് എന്താണ് ഈ HPV വാക്സിൻ? HPV എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ്. പാപ്പിലോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് വരുന്ന അരിമ്പാറകളാണ്. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്മുടെ ചുറ്റും ധാരാളമുണ്ടത്. അപ്പോൾ അത് ചിലർക്കാണെങ്കിൽ സ്കിന്നിൽ അത് അരിമ്പാറ ഉണ്ടാക്കും, ചിലപ്പോൾ നമ്മുടെ ഈ മലദ്വാരത്തിന് ചുറ്റും അരിമ്പാറകൾ പോലെ കാണും. പക്ഷേ അതൊക്കെ ക്യാൻസർ അല്ല. ആ അരിമ്പാറകളൊക്കെ ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഇത് കണ്ടാലൊരു വൃത്തികേടാണെങ്കിലും അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർക്ക് മനപ്രയാസം ഇല്ലാത്തത് അതൊരു അരിമ്പാറയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരു 200 തരത്തോളം ഉണ്ട്. അതിനകത്ത് ഒരു 12, 13, 14 വെറൈറ്റി ഉണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് 16 and 18, 16ഉം 18ഉം ആ വൈറസാണ് സ്ത്രീകളിലെ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത്. ഈ സെർവിക്സ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ മുഖം എന്ന് പറയുന്നതാണ്. അത് വികസിച്ചാണ് കുഞ്ഞൊക്കെ പുറത്തു വരേണ്ടത്. അപ്പോൾ ഈ ക്യാൻസർ സെർവിക്സിൻ്റെ അർബുദം ഉണ്ടാക്കുന്ന വൈറസാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ആ ക്യാൻസർ സെർവിക്സിൽ 99% ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അപ്പോൾ അതെങ്ങനെ നമ്മളിൽ കയറുന്നു? ലൈംഗികമായി ബന്ധപ്പെടുന്ന ആർക്കും കിട്ടാം ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതങ്ങനെ ലൈംഗിക രോഗമോ രഹസ്യ രോഗമോ ഒന്നുമല്ല. ആരോഗ്യപരമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കിട്ടാം. അങ്ങനെ എല്ലാവർക്കും കിട്ടുമെങ്കിൽ എല്ലാവർക്കും ക്യാൻസർ സെർവിക്സ് വരണ്ടേ? അതൊരു ലോജിക്കൽ ചോദ്യമാണല്ലോ. പക്ഷേ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വന്നു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആളുകൾക്കും അതുണ്ടാക്കുന്ന കോശങ്ങളിലെ വ്യതിയാനങ്ങൾ വർഷങ്ങൾ കൊണ്ട് മാറി തിരിച്ച് നോർമൽ സ്ഥിതിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് നമ്മളുടെ കവറിങ് മെംബ്രെയിൻ. ഇപ്പോൾ സ്കിന്നൊരു എപ്പിത്തീലിയമാണ്, നാക്കിൽ എപ്പിത്തീലിയം ഉണ്ട്, അതുപോലെ അകത്തെ അവയവങ്ങൾക്കുമൊക്കെ ഒരു കവറിങ് മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ സെർവിക്സിലെ എപ്പിത്തീലിയം, സെർവിക്സ് എന്ന് പറയുന്നത് പുറത്തോട്ട് വെജൈനയും ഒക്കെ പുറത്തോട്ട് കമ്മ്യൂണിക്കേഷനുള്ളൊരു അവയവമാണല്ലോ, അതിനെയും കവർ ചെയ്തിരിക്കുന്ന ഒരു എപ്പിത്തീലിയമാണ്. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് ഇഷ്ടം ഈ എപ്പിത്തീലിയമാണ്. എപ്പിത്തീലിയത്തിലാണ് അത് കയറി ആക്രമിക്കുന്നത്. അപ്പോൾ ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് അത് ഈ സെർവിക്സിൻ്റെ എപ്പിത്തീലിയത്തിനെ ബാധിക്കുന്നു. അവിടെ കുറച്ച് കോശങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഒരു വർഷമെടുത്ത് ഒരു ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരും. ആ ചെറിയ വ്യത്യാസം അടുത്തൊരു 5 വർഷമെടുത്ത് കുറച്ചും കൂടെ വലിയ വ്യത്യാസങ്ങളിലേക്ക് വരും. അടുത്തൊരു 10 വർഷത്തിൽ അത് ക്യാൻസറാവും. പക്ഷേ ഇതൊരു ചെറിയ വിഭാഗത്തിലേ ഉള്ളൂ. ഒരു 5-10% ഇങ്ങനെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇത്രയും വർഷങ്ങൾ എടുത്ത് തന്നെ അത് തിരിച്ച് നോർമലാവും. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്ന് തെളിഞ്ഞിരിക്കെ ഈ ഒരു അണുവിന് എഗൻസ്റ്റ് ആയിട്ടാണല്ലോ നമ്മുടെ വാക്സിൻ എല്ലാം. ബാക്ടീരിയയ്ക്കും വൈറസിനുമൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് നമ്മുടെ വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇതൊരു വൈറസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തുകൊണ്ടൊരു വാക്സിൻ കണ്ടുപിടിച്ചുകൂടാന്നായി. അപ്പോൾ അങ്ങനെ ഈ വൈറസിനെ എടുത്തിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത് ചില പ്രത്യേക പ്രോട്ടീനാണ്. കുഴപ്പമില്ലാത്ത അതിൻ്റെ പുറത്തെ എൻവലപ്പുണ്ട്, അതിൻ്റെ മൂടി, അതെടുത്തു കഴിഞ്ഞാലും ഈ വൈറസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അസുഖം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത വൈറസിൻ്റെ പുറം തോട് വെച്ചിട്ടാണ് നമ്മൾ വാക്സിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാക്സിൻ എടുത്തെന്ന് പറഞ്ഞ് ആർക്കാണോ വാക്സിൻ കിട്ടുന്നത് അവർക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയില്ല. ബിക്കോസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഭാഗം മാറ്റിയിട്ടാണ് നമ്മൾ വാക്സിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഉണ്ടാവുന്ന ഈ ആൻറ്റിബോഡീസ് വർഷങ്ങളോളം നിലനിൽക്കും. അപ്പോൾ കൊച്ചു കുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവർക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണത് കൊടുക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ സെർവിക്സ് രോഗികളുള്ളത് ഇന്ത്യയിലാണ്. ലോകത്തിലെ 4-1 ക്യാൻസർ സെർവിക്സ് രോഗികളും നമ്മുടെ ഇന്ത്യയിലാണ്. കേരളം
എല്ലാ കാര്യത്തിലും എന്ന പോലെ ഈ കാര്യത്തിലും കേരളം മുൻപന്തി എന്ന് വെച്ചാൽ ക്യാൻസർ ഇല്ല. ഇന്ത്യയിലെ വെച്ച് ക്യാൻസർ തടയുന്നതിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ക്യാൻസർ രോഗികളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് തടയാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ വാക്സിൻ വെച്ച് എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു രോഗം തടയുന്നത് അത് വരാതിരിക്കുക. അതായത് രോഗാണു അകത്ത് കയറുന്നതിന് മുമ്പ് അതിനെ നശിപ്പിച്ച് കളയുക. അപ്പോൾ ഈ 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ 26 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും അതെടുക്കാം. ഇപ്പം നമ്മളൊരു 3 ഡോസാണ് WHO ഇന്ത്യയിലെ ഈ ഗൈനക് സൊസൈറ്റിയും ഒക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പഠനങ്ങൾ വരുന്നുണ്ട് 1 ഡോസാണെങ്കിലും മതി എന്നുള്ളത്. അപ്പം 3 തരം വാക്സിനുണ്ട്. ഈ 4, 16, 18 പിന്നെ 2 എണ്ണവും കൂടെ ചേർത്ത് അതിന് എഗൻസ്റ്റായിട്ടുള്ള വാക്സിനുണ്ട്. 9 തരത്തിലുള്ള ഹ്യൂമൻ പാപ്പിലോമ വൈറസിനുണ്ട്. ഈ 9 തരത്തിലുള്ളതിന് വില കൂടുതലാണ്. ഏതായാലും 10,500 വരെ വരും ഒരു ഡോസിന്. മറ്റേതിപ്പോൾ നമുക്ക് 1,500 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടും അത് കിട്ടും. അപ്പം ഇപ്പോൾ വിലയുടെ കാര്യം പറയുന്നവരോട് നമ്മൾ പറയും, ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയാൽ 1,500 രൂപ, നമ്മളൊരു മേക്കപ്പിന് പോയാൽ 25,000 രൂപ, തലയിൽ എന്ത് കാണിക്കുന്നതിനും പൈസ വേണം, ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കുന്നതിന് വേണം. ഒരു കല്യാണം നടത്താൻ നമ്മൾ കോടികളല്ലേ ചിലവാക്കുന്ന, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുടെ കല്യാണം കഴിയുമ്പോൾ എത്ര കോടികൾ ചിലവാക്കി എന്ത് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഒരു ചോദ്യം. പോലെയും ഇല്ല ഇത് വാക്സിൻ ആരോഗ്യം എന്ന് പറയുമ്പോഴാണ് ആൾക്കാർക്കും മടി. അപ്പോൾ ഇപ്പോൾ ഒരു 1,500 രൂപയുടെ ഒരു 3 ഡോസ് എടുത്താൽ കൂടെ അതൊരു 5,000 രൂപയ്ക്കകത്തേ വരുള്ളൂ. സോ അങ്ങനെ ഒരു വാക്സിൻ എടുത്താൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ക്യാൻസർ സർവിക്സ് വരാതെ രക്ഷപ്പെടും. ക്യാൻസർ സർവിക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് റേഡിയേഷനും സർജറിയും കഷ്ടപ്പാടാണ് ജീവിതം. ഒരുപാട് ഡൗട്ടാണ്. അതായത് ഇപ്പോൾ 9 വയസ്സ് മുതൽ എന്ന് പറയുമ്പോൾ പീരീഡ്സ് ആയതിനു ശേഷമാണോ, അങ്ങനത്തെ കുറേ പീരിയഡ്സുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഇത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒരു ലൈംഗിക രോഗമാണെന്നുള്ളതേ ഉള്ളൂ. ഈ വാക്സിൻ കൊടുക്കുന്നതിന് പീരിയഡുമായിട്ട് ബന്ധമില്ല. വയസ്സ് 9 തൊട്ട് 14 വയസ്സ് 26 വയസ്സ് വരെ ഇന്ത്യയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഓൾറെഡി ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടവർക്കും കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കാം. 26 വയസ്സ് വരെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. അവർക്ക് ഓൾറെഡി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും വിഷയമല്ല. നമുക്കത് കൊടുക്കാം. പക്ഷേ അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിങ്ങിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വാക്സിൻ എടുത്താലും അവരെ നമ്മൾ സ്ക്രീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. സാധാരണ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട സ്ക്രീനിങ് പോലെ ഈ പാപ്സ്മിയർ എന്ന് പറഞ്ഞുള്ള ടെസ്റ്റ് കേട്ട് കാണാം. അതിൻ്റെ നമുക്ക് അത്രയും ബോധമില്ല. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന സ്ത്രീകളെല്ലാവരും പറയും, എൻ്റെ കഴിഞ്ഞ വർഷത്തെ പാപ്പ് ടെസ്റ്റ് കഴിഞ്ഞ് ഡോക്ടറെ അതെടുക്കണ്ട. ഇവിടെ നമ്മൾ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും പാപ്സ്മിയർ എടുക്കുന്നവർ കുറവാണ്. അപ്പോൾ നമ്മൾ ആ സ്ക്രീനിങ്ങും നമ്മൾ കൂട്ടേണ്ടതുണ്ട്. വാക്സിനേഷൻ അതിനേക്കാളും കൂട്ടേണ്ടതുണ്ട്. WHO പറയുന്നത് 2030 എത്തുമ്പോഴത്തേക്കും 90% നമ്മുടെ പെൺകുട്ടികളെയും നമ്മൾ വാക്സിനേറ്റ് ചെയ്യണം. അപ്പോൾ ചോദിക്കും ആൺകുട്ടികൾക്ക് വേണ്ടേന്ന്. ആൺകുട്ടികൾക്കും വേണം വാക്സിനേഷൻ. അത് ക്യാൻസർ സർവിക്സിന് വേണ്ടിയിട്ടല്ല. ഈ പുരുഷന്മാരുടെ ലിംഗത്തിൽ വരുന്ന ക്യാൻസർ, പെനിസിൻ്റെ ക്യാൻസർ, പിന്നെ മലദ്വാരത്തിൻ്റെ അവിടെ വരുന്ന ക്യാൻസർ, തൊണ്ടയിൽ വരുന്ന ക്യാൻസർ, ഇതുമൊക്കെ ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. സോ ആണുങ്ങളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വക ക്യാൻസറുകളെല്ലാം അവർക്കും കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ചോദിക്കും, അമ്മയ്ക്ക് വേണോ വാക്സിൻ, കൊച്ചിന് വേണോ വാക്സിൻ? അമ്മ 26 വയസ്സിൽ താഴെയാണെങ്കിൽ അമ്മയ്ക്കും കൊടുക്കാം വാക്സിൻ. കുഞ്ഞ് 9 വയസ്സും പ്രായമുള്ള കുട്ടിയുണ്ടെങ്കിൽ കുട്ടിക്കും കൊടുക്കാം, ആൺകുട്ടിക്കും കൊടുക്കാം വാക്സിൻ. പണ്ട് നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഈ പല ഇൻവെൻഷൻസിൻ്റെയും രസകരമായ ചില കഥകൾ കണ്ടിട്ടുണ്ടാകും. ഈ കണ്ടുപിടുത്തങ്ങൾ, പ്രത്യേകിച്ച് മെഡിസിൻ ഫീൽഡിലൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ആളുകൾ ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു പേടിയും അതിപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇത് പുതിയൊരു വാക്സിൻ കണ്ടുപിടിക്കുന്നു, ഓരോ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു, ഒരുപാട് നമ്മൾ വർഷങ്ങളുടെ റിസർച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു പേടി ഉൾക്കൊള്ളാനുള്ള പേടിയില്ലേ? എങ്ങനെയാണ് ഇതിപ്പോൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. എന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കതിനൊരു ഉത്തരം പറയാൻ പറ്റി. അപ്പോൾ കേൾക്കുന്ന 10 പേരെങ്കിൽ 10 പേർക്കെങ്കിലും അത് മനസ്സിലാവും, കൊടുക്കണം എന്നുള്ളതാണെന്ന് മനസ്സിലാവും. അപ്പം ഞങ്ങളിത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കേരളത്തിലുള്ള എല്ലാ ഗൈനക്കോളജിസ്റ്റുകളുടെയും പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ അങ്ങ് കൊടുത്തു. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് കൊടുക്കുന്ന ഫോട്ടോ ഞാൻ കാണിക്കും.
കുറേ ഞങ്ങളുടെ ഇത് മാസ് ക്യാമ്പയിനായിട്ട് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളെല്ലാം പെൺകുട്ടികളെ കൊണ്ടുവന്ന് വാക്സിനേഷൻ എടുപ്പിച്ചു. അതിൻ്റെ പടങ്ങൾ നമ്മളെടുത്തു, സോഷ്യൽ മീഡിയയിലിട്ടു. അപ്പം അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സ്ക്രീനിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ നമുക്ക് പണ്ട് നമ്മൾ പാപ്സ്മിയർ ആയിരുന്നു, ഇപ്പോൾ WHO പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സ്ക്രീൻ ചെയ്യാം. അത് ഡോക്ടറെ അടുത്ത് തന്നെ പോകണമെന്നില്ല, സെൽഫ് കിറ്റ് കിട്ടും. സെൽഫ് കിറ്റ് വെച്ച് നമുക്ക് തന്നെ അകത്തേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവാണ് എന്ന് റിസൾട്ട് വന്നാൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എല്ലാവർക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കിട്ടും. അത് ഒരു 7-8 മാസം കൊണ്ട് ക്ലിയർ ചെയ്യും, മാക്സിമം 2 വർഷം കൊണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സർവിക്സിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ എന്ന് കോൾപ്പോസ്കോപ്പി ചെയ്ത് നോക്കണം. പിന്നെ 2 വർഷം കൂടുമ്പോൾ ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഹൈറിസ്ക് വൈറസ് ആണോ കയറിയിട്ടുള്ളത്, അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതിനുള്ള സംവിധാനവും ഇപ്പോഴും ഉണ്ട്. ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു പ്രസവം എടുക്കുക, ഒരു ഗർഭിണിയെ നോക്കുക, അല്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ? റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ എന്നുള്ളൊരു. നമുക്ക് പലരും പല ആൾക്കാരല്ലേ, ചില ആൾക്കാർക്കത് വളരെയധികമുണ്ട്. പിന്നെ അത് ചിലരത് പ്രായോഗികമായിട്ട് കാണിക്കും, ചിലർ അത് സംസാരത്തിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചെയ്യും. ഇത് രണ്ടും ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാവരും പേഷ്യൻറ്റിനെ കിടത്തിയാൽ ഒട്ടൻ പറയും പാപ്സ്മിയർ എന്ന് പറയും. അതേ ബോധം അടുത്ത ജനറേഷനും ഉണ്ടാവണം. അടുത്ത ജനറേഷൻ ഒരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് തന്നെ അസുഖത്തിനാണ് വന്നതെങ്കിലും ആ സ്ത്രീക്ക് ഒരു ക്യാൻസർ വരാതെ നോക്കാനുള്ള കടമ നമുക്കുണ്ട്. അത് നമ്മളുടെ കയ്യിലൊരു സ്ത്രീയെ കിട്ടി അത് നോക്കി തന്നെ വിടണം. ഇപ്പോൾ ഗൈനക്ക് കാര്യങ്ങൾക്ക്, അതായത് ഒരു വെള്ളപ്പോക്കിനായിട്ടായിരിക്കും എൻ്റെ അടുത്തൊരു രോഗി വരുന്നത്, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനായിട്ടായിരിക്കും വരുന്നത്. അപ്പം ഞാൻ ആ അവസരം ഉപയോഗിച്ച് അവരുടെ ബ്രസ്റ്റും കൂടെ ഞാനൊന്ന് നോക്കണം. എനിക്കത് 3 മിനിറ്റും കൂടെ സമയമെടുക്കും, എൻ്റെ OP ഇത്തിരി താമസിക്കും. പക്ഷേ എന്നാലും ആ വരുന്ന സ്ത്രീക്ക് ഞാനൊന്ന് ബ്രസ്റ്റ് നോക്കി, ഇപ്പോൾ മുഴകളൊന്നുമില്ല, എല്ലാ മാസവും നിങ്ങൾ തനിയെ ഇത് ഇങ്ങനെ തന്നെ പരിശോധിച്ച് നോക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ സ്ത്രീകൾക്കും പറഞ്ഞും കൊടുക്കണം. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽഡായി. എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകൾ പലവിധമല്ലേ, ചെയ്യേണ്ടതാണ്. അതെ, ചെയ്യേണ്ടതാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതവർ പൈസ തട്ടിക്കാനുള്ള ഓരോ മാർഗങ്ങളാണ്. ഇന്നൊരു നെഗറ്റീവ് കമൻറ്റ് ഉറപ്പായും വരാറുണ്ടല്ലോ. അല്ല, വരുമായിരിക്കാം. പക്ഷേ നമ്മളുടെ കേരളത്തിൽ പൊതുവേ ആൾക്കാർ വളരെയധികം റിസെപ്റ്റീവ് എന്ന് പറയില്ലേ, കുറച്ചൊരു ഓപ്പൺ മൈൻഡാണ്. അവരുടെ ഈ അന്ധവിശ്വാസങ്ങളെല്ലാം പൊതുവേ പ്രസവവും കൊച്ചും പ്രസവ ശുശ്രൂഷയിലുമൊക്കെ നിൽക്കും. ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും നോക്കും. നമ്മൾ ഈ ക്യാൻസർ ചെയ്യുന്ന വീഡിയോസ് കണ്ട് ആൾക്കാർ എന്നെ ഒന്ന് സ്ക്രീൻ ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവർ ചുരുക്കമല്ല. ആദ്യമൊക്കെ ഇങ്ങനത്തെ ഒരു എന്തിനെങ്കിലുമൊക്കെ എന്നെ വിളിക്കുമ്പോൾ അയ്യോ ഇനി അതെന്താണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് പൊതുവേ ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന് വിചാരിക്കുന്ന ഞാനാണ്. പലപ്പോഴും എനിക്ക് പക്ഷേ തോന്നാറുണ്ട് അയ്യോ മടി, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി വരണമല്ലോ. പക്ഷേ നമ്മളുടെ ആ വീഡിയോ കേട്ടിട്ട് സ്ത്രീകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റാണ്. അപ്പോൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതിന് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എപ്പോൾ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യാറുണ്ട്. ഒരാൾക്കെങ്കിലും ഒരാളത് ബെനിഫിറ്റഡ് ആയാൽ ഞാൻ ധന്യയായി. ഈ പ്രസവം വിശ്വാസം എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരിക്കലും വലിയൊരു ടോപ്പിക്കായിട്ട് തന്നെ സംസാരിച്ചു. അന്ന് പക്ഷേ ഇത്രയും സീരിയസ് ആയിരുന്നില്ല, കാരണം നമ്മുടെ തൊട്ടടുത്ത് അത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും സംഭവിച്ചു. തിരുവനന്തപുരത്ത് തന്നെ അങ്ങനെ ഒരു പ്രസവം നടക്കുകയും വീട്ടിൽ പ്രസവം നടക്കുകയും മരണപ്പെടുകയൊക്കെ അമ്മയും കുഞ്ഞും മരിച്ചു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ പോകാനുള്ള മാനസികാവസ്ഥ ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു അമ്മയും കുഞ്ഞും മരിച്ചത് തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രബുദ്ധരായ കേരളം, വളരെ പ്രബുദ്ധരായ ജനത, വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ, ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഒക്കെയുള്ളൊരു കേരളത്ത്, അത് നമ്മുടെ തിരുവനന്തപുരത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ആ സ്ത്രീയുടെ പ്രാഥമികമായ അവകാശങ്ങൾ, മനുഷ്യ അവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്.
ആ സ്ത്രീക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആശുപത്രിയിൽ പോയി പ്രസവിക്കണമെന്ന്. കാര്യം 3 സിസേറിയനാണ്. അവർക്ക് ഉള്ളിൽ ഭയമുണ്ടായിരുന്നു അത് വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. എങ്ങനെയോ വേദന വന്നു വീട്ടിൽ പ്രസവിച്ചതല്ല, ഇത് വളരെയധികം പ്ലാൻ ചെയ്ത് വീട്ടിൽ പ്രസവിച്ചതാണ്. അവിടെ ആരോഗ്യപ്രവർത്തകരെ ഒന്നും തന്നെ അവർ കണ്ടിരുന്നില്ല, അവർക്ക് പ്രസവരക്ഷ ലഭിച്ചിരുന്നില്ല. എന്നിട്ട് പ്രസവവും കൂടെ വീട്ടിലായപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ അവിടെ ലംഘിക്കപ്പെട്ടത് എന്തൊക്കെയാണ്? ഒരു സ്ത്രീയുടെ ഒരു പ്രാഥമികമായ സ്വാതന്ത്ര്യമാണ്. എൻ്റെ ഗർഭം ആശുപത്രിയിലാവണം, അല്ലെങ്കിൽ എനിക്കൊരു ആരോഗ്യ രക്ഷ കിട്ടണം എന്നുള്ള അവളുടെ അവകാശമാണ് അവിടെ ലംഘിക്കപ്പെട്ടത്. അത് തീർച്ചയായും പാടില്ല തന്നെ. ഇപ്പോൾ ഒരു ഫാമിലിയിൽ തീരുമാനം എടുക്കുന്നത് ഭർത്താവും ഭാര്യയും കൂടെ ഒന്നിച്ചായിരിക്കണം, അല്ലാതെ ഭർത്താവ് ഏകപക്ഷീയമായ ഒരു തീരുമാനമാവരുത്. രണ്ടുപേരും കൂടെ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. ഇതെല്ലാം അവരുടെ ഒരു എന്താ പറയേണ്ടത്, ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് എത്രത്തോളം നമുക്ക് കയറാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നിയമങ്ങൾക്കും ഗവൺമെൻറ്റിനുമൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ ഒരു ഡോക്ടർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമൊക്കെ അതിനകത്തൊരു പരിമിതിയുണ്ട്. എപ്പോഴും ഈ പ്രസവത്തിൻ്റെ കാര്യം പറയുമ്പോൾ അമ്മയും കുഞ്ഞും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ പോലും ഒരു പ്രസവ സമയത്ത് വരുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ കുടുംബം അങ്ങനെ ഒരു ഇത് വരാറുണ്ട്. ഇപ്പം ഡോക്ടർ തന്നെ എന്തെങ്കിലും കേസസൊക്കെ എടുക്കുന്ന സമയത്ത് ഒപ്പീനിയനൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു, അമ്മയുടെ വാക്ക് കേൾക്കുന്നില്ലാത്തൊരു അത് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എങ്ങനെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ പാർട്ട്നേഴ്സ്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും പൊതുവേ അങ്ങനെ ഒരെണ്ണമുണ്ട്. ഭർത്താവിൻ്റെ കുടുംബത്തിനെ പറ്റി പേടിയും അവർക്ക് കൂടുതൽ ഒരു ഇത് കൊടുക്കുന്നതുമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ ഒരു സാഹചര്യമല്ലല്ലോ അവർ തീരുമാനിച്ച്. വാസ്തവം പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിലൊരു പ്രസവിക്കുന്നത് അത്ര തെറ്റാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലെന്നേ ഞാൻ പറയുള്ളൂ. പണ്ട് ഒരുപാട് വീട്ടിൽ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ അതുപോലെ തന്നെ അന്ന് അപകടങ്ങളും നടന്നിട്ടുണ്ട്. അന്നൊരു കൂട്ടുകുടുംബമായിരുന്നു. ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ 5 കുട്ടികളാണ്. ഇപ്പം 5 കുട്ടി പോയിട്ട് 2 കുട്ടികളുള്ള വീടിപ്പോൾ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ അടുത്ത് വരുന്ന ഗർഭിണികളുടെ അടുത്ത് നമ്മൾ ഇനി അടുത്ത പ്രസവം 3 വർഷം കഴിഞ്ഞ് മതി എന്ന് പറയുമ്പോൾ അവർ പറയും 3 വർഷം കഴിഞ്ഞ് വേണ്ട, ഇനി ഒരിക്കലും വേണ്ട ഡോക്ടറെ, ഈ ഒരു കൊച്ചിനെ വളർത്തി സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്ന് പറയും. അപ്പം നമ്മൾ ഒരു കുഞ്ഞ് മതി. നമ്മുടെ ബർത്ത് റേറ്റ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ഈ വർഷത്തത്. അതായത് 22-നേക്കാൾ കുറവാണ് 23. ഈ ട്രെൻഡ് പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ കുറവായിരിക്കും 24. അപ്പോൾ പണ്ട് 5 കുഞ്ഞുങ്ങളുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു കുഞ്ഞാണ്. അപ്പം നമ്മൾ പണ്ട് ഒരു കുഞ്ഞ് മരിച്ചു പോയാൽ അതൊരു വലിയ കാര്യമായിട്ട് ആരും പറയൂല. അല്ലെങ്കിൽ പ്രസവത്തിലൊരമ്മ മരിച്ചു പോയാൽ അയ്യോ മരിച്ചുപോയി, അടുത്ത ഒരാൾ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കും. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നമുക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. നമ്മൾ ഒരു മരണം പോയിട്ട് ഒരു ചെറിയ അപകടം പോലും പ്രസവത്തിൽ വന്നാൽ നമ്മളത് സഹിക്കാത്തവരാണ്. പക്ഷേ അപ്പോൾ പണ്ട് നടന്നിട്ടുണ്ട് പ്രസവങ്ങൾ, ഇപ്പോഴും നടക്കാവുന്നതേ ഉള്ളൂ പ്രസവങ്ങൾ. പക്ഷേ ഈ പ്രസവം നടക്കുന്നിടത്ത് പ്രസവത്തിനെപ്പറ്റി അറിയുന്ന ഒരാൾ വേണം. ഗർഭകാലം മൊത്തം ആരോഗ്യ ശുശ്രൂഷ നടത്തിയ ഒരാളായിരിക്കണം. ആരെങ്കിലുമൊക്കെ ആരോഗ്യരംഗത്ത് നിന്ന് അവരെ കാണുകയും അവരുടെ ആരോഗ്യം നല്ലതാണോ, അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നോക്കി, ഒരു കുഴപ്പവുമില്ലാത്ത ഗർഭമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പ്രസവിക്കാമായിരിക്കാം. പക്ഷേ അങ്ങനെ പ്രസവിച്ചാൽ തന്നെ ഒരു 10 മിനിറ്റിനകം അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. ഇപ്പോൾ പ്രസവത്തിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻസ്, രക്തസ്രാവം, 10 മിനിറ്റ് കൊണ്ട് അമ്മയുടെ ജീവൻ അപകടം വരും. അതുപോലെ പ്രസവത്തിൽ വരുന്ന ജന്നി, ചിലപ്പോൾ ചിലർക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ അത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പ്രഷർ കൂടുതലുള്ള കുട്ടികൾക്ക് ജന്നി വരാം, ഗർഭിണികൾക്ക് വരാം. അത് ജന്നി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിനകത്ത് അപകടം വരാം. ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ചതാണെങ്കിൽ ആ വെള്ളം തന്നെ ലങ്സിൽ കയറി അപകടം വരാം. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിന് അകത്ത് കിടക്കുന്ന കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടോ നമ്മളെങ്ങനെ അറിയും? വീട്ടിനകത്ത് പ്രസവിക്കുമ്പോൾ. അല്ലെങ്കിൽ കുഞ്ഞിന് താഴെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടോ? തല നീണ്ടു വരുന്നുണ്ടോ? അതിന് പ്രയാസമുണ്ടോ? ചിലപ്പോൾ ഗർഭപാത്രം പൊട്ടുമോ? ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അത് വിവരമുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ, വിവരമുള്ളവർ ഞാൻ ഉദ്ദേശിച്ചത് ആ രംഗത്ത് ട്രെയിൻഡായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ പുറം നാട്ടിലൊക്കെ ഇപ്പോഴും അവർ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ആശുപത്രിയിലെ പ്രസവം വേണോ, വീട്ടിലെ പ്രസവം വേണോ? വീട്ടിലെ പ്രസവം വേണമെന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രസവേദന തുടങ്ങുന്ന ഉടനെ അറിയിക്കുന്നു. ഒരു സന്നാഹവുമായിട്ട് ട്രെയിൻഡായിട്ടൊരു മിഡ് വൈഫ് വരുന്നു. ആ മിഡ് വൈഫിന് എന്താണ് അപകട സൂചന എന്നുള്ളതിൽ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്.
ഒരു അപകട സൂചന കണ്ടാൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വണ്ടിയിലാക്കി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, 10 മിനിറ്റിനും ആശുപത്രിയിൽ എത്തിക്കുന്നു. ആ വണ്ടിയിൽ തന്നെ ആ അമ്മയ്ക്ക് വരുന്ന സാധാരണ ബുദ്ധിമുട്ടുകൾക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അത് പോയിട്ട് ഒരു ടാക്സി വിളിക്കാൻ ഓടണം, ടാക്സിക്കകത്തൊന്നുമില്ല, ആശുപത്രിയിൽ ഓടിപ്പടച്ച് എത്ര നേരം കഴിഞ്ഞ് കൊണ്ടുവരും എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത്രയുമൊക്കെ സംവിധാനം കേരളത്തിൽ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രസവിക്കാം. അല്ലാതെ വീടുകളിലെ പ്രസവങ്ങളെ അടച്ച് നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 9 മാസവും ഒരു ആരോഗ്യപ്രവർത്തകരെയും കാണാതെ ആരെയും അറിയിക്കാതെ പ്രസവം നടക്കുന്നു എന്നുള്ളത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ല. അത്ര ഗോപ്യമായി പ്രസവങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത പ്രവണതയാണുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളത് തിരിച്ചറിയണം. ആരോഗ്യപ്രവർത്തകർ മാത്രമല്ല, സന്നദ്ധ സേവാ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ, പിന്നെ സോഷ്യൽ മീഡിയ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, പിന്നെ ഗവൺമെൻറ്, നിയമം, ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മളിത് തടയുക തന്നെ വേണം. അപ്പോൾ ശരി. താങ്ക് യു.